ഇന്ന് 1 ഓഗസ്റ്റ് 1 ആദ്യ വെള്ളിയാഴ്ച. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ വൻ കൃപകളാൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെ, തീരുമാനങ്ങളെ, ഈ പുതിയ മാസത്തിലെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, ഓരോ ദിവസത്തെയും കാര്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ പുതിയ മാസത്തിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം. നിങ്ങളുടെ വേദനകളെ, പ്രയാസങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളെ, മക്കളുടെ വിവാഹത്തിനുള്ള പണച്ചെലവ്, എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മക്കളുടെ വിദ്യാഭ്യാസം, പരീക്ഷ, ഇന്ന് പ്രത്യേകമായി നടക്കുന്ന പരീക്ഷകൾ, ഇൻ്റർവ്യൂ എല്ലാം ഓരോന്നായി വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിലൂടെ ഒത്തിരി അനുഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനാണ്. അവിടുന്ന് നിങ്ങളെ ഒത്തിരി കരുതുന്നുണ്ട്. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലൂടെ അവിടുന്ന് നിന്നെ സഹായിക്കാൻ അവിടുന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സമർപ്പിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ യാത്രകളെയും സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് വരെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കും. നിങ്ങളുടെ സൗഖ്യവും രക്ഷയും കർത്താവ് ഇന്ന് ഉറപ്പുവരുത്തുന്നു. വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 54 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ, ദൈവമാണ് എൻ്റെ സഹായകൻ, കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പുതിയ മാസം, പുതിയ ദിവസം ഞങ്ങളെ ഇന്ന് നിന്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഞങ്ങളെ സഹായിക്കാൻ നീ താല്പര്യപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഈ പുതിയ മാസത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ പുതിയ മാസത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ നേട്ടങ്ങളെ ഓരോന്നായി സമർപ്പിക്കുന്നു. ഈ പുതിയ മാസത്തിൽ ഞങ്ങൾക്ക് കരുതേണ്ടതായ സമ്പത്ത് നീ ഞങ്ങൾക്കായി കരുതി വയ്ക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മാസത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. കഴിഞ്ഞ മാസം ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും നീ ഞങ്ങളോടൊത്ത് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ഇതുവരെ നീ ഞങ്ങളെ നടത്തി. ഇനിയും പുതിയ മാസത്തിൽ പുതിയ നന്മകളാൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മാസത്തിലെ ഞങ്ങളുടെ ഓരോ ദിവസത്തെയും തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ,
നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ. കൂടുതലായി നിന്നോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന്, ഈ മാസം എല്ലാം കൊണ്ടും ഭാഗ്യപ്പെട്ട മാസമാകുന്നതിന്, ഈ മാസം ഞങ്ങളുടെ ചില തീരുമാനങ്ങളെ നടത്തി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ കർത്താവേ, ഇന്ന് നിന്റെ പ്രത്യേകമായ സഹായം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും താങ്ങി നടത്തി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് കാരണം വേദനയിലായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് നിന്റെ ശക്തി അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബയോപ്സിക്ക് അയച്ച ടെസ്റ്റുകൾ എല്ലാം നോർമലാക്കി, നെഗറ്റീവാക്കി നീ അത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് എല്ലാ മേഖലയിലും നിന്റെ സംരക്ഷണം ഏർപ്പെടുത്തണമേ. അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നിന്റെ കൃപ നൽകണമേ. നിന്റെ മക്കളുടെ മേൽ നീ കരുണയയച്ച് നിന്റെ മക്കൾ എല്ലാ സഹനങ്ങളിൽ നിന്നും നിന്നോട് ചേർന്ന് നിൽക്കുന്നതിന് കൃപ കൊടുക്കണമേ. എത്ര സഹനങ്ങൾ വന്നാലും, വേദനകൾ വന്നാലും, തിരസ്കരണങ്ങൾ വന്നാലും കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ജ്ഞാനം നൽകി കർത്താവെ, നിന്നോട് ചേർന്ന് നിൽക്കുന്നതിന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശത്രുവിൽ നിന്നും പ്രത്യേകമായി ഞങ്ങൾക്ക് അഭയം തരണമേ. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. എല്ലാ കഷ്ടതകളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ മാസം മുഴുവൻ നിന്റെ വിജയം അനുഭവിക്കുന്നതിന്, നേട്ടങ്ങൾ നേടുന്നതിന്, നിന്നിൽ ആശ്രയിച്ച് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന്, ജീവിതത്തിനൊരു മാറ്റം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഈ മാസം മുഴുവനും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നീതി നടത്തി തന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നീ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുന്നത് കാണാൻ നീ അനുവദിക്കരുതേ. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു പദ്ധതിയുള്ള ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ മുൻകൂട്ടി അറിയാവുന്ന കർത്താവേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ അഭയം കൊള്ളുന്നു. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഈ മാസം നല്ലൊരു മാസമാകുന്നതിന്, എല്ലാ നന്മകളുടെയും മാസമാകുന്നതിന്, കൂടുതൽ അധ്വാനിക്കുന്നതിന്, കൂടുതൽ നന്മ ചെയ്യുന്നതിന്, കൂടുതൽ അറിവ് പകർന്നു കിട്ടുന്നതിന് കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പദ്ധതികളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ഈ മാസം നിന്നിൽ പൂർണ്ണമായും, നിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്നതിന്, വലിയ ദൈവാനുഭവം ഉണ്ടാകുന്നതിന്, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജീവിത പങ്കാളിയിലേക്കും ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പുതിയ മാസത്തിൽ, ഈ പുതിയ ദിവസത്തിൽ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. ദൈവിക ആനന്ദവും സമാധാനവും നൽകി ഈ പുതിയ മാസം എല്ലാം കൊണ്ടും നിന്നെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ ഭവനത്തിലും വസ്തുവകകളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം, അവിടുത്തെ തിരുഹൃദയ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.